ഇന്ന് സ്കൂളിൽ പോയപ്പോൾ എന്താ പറ്റിയേ? സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര പ്രശ്നം പറ്റി, കാരണം അപമാനിച്ചു. കാരണം നമ്മൾ ആ ടൈം സ്റ്റേജിൽ കയറി പെർഫോം ചെയ്തു, പക്ഷേ എനിക്ക് മിമിക്രി ചെയ്യാൻ അവസരം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അത് സമ്മതിച്ചില്ല, സ്റ്റേജിൽ കയറ്റിയില്ല, അപമാനിച്ചു. അങ്ങനെ SDP സ്കൂൾ ചെയ്തത് തെണ്ടിത്തരോ. കാരണം ഇത് SDP പള്ളുടുത്തിവളി സ്കൂൾ. കാരണം എനിക്ക് ഭയങ്കര വേദനിച്ചാണ് നമ്മൾ വന്നത്. കാരണം നമ്മൾ വൈകുന്നേരം ഷൂട്ടിന് പോകണ്ടേ, അപ്പോൾ ഇതിപ്പോൾ ഈ കണ്ടന്റ് മനഃപൂർവ്വം വൈറലാൻ വേണ്ടി ചെയ്യുന്നതല്ല. കാരണം ഒരുപാട് കണ്ടന്റ് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതായിപ്പോയി. കാരണം നമുക്ക് ആദ്യമില്ലേ ഇത് സ്കൂളുകാരെ ആദ്യം നമ്മളോട് മര്യാദ പെരുമാറിയത്. PTA പ്രസിഡന്റ് ക്ഷയിക്കാൻ ചെയ്തു. അതുകൊണ്ട് മിസ്സുമാരാണെങ്കിലും നല്ല രീതിയിൽ ബഹുമാനിച്ചിട്ടാണ്. ഒന്നും വേറെ വർത്തമാനമൊന്നും പറഞ്ഞില്ല. കാരണം അവർക്ക് എന്തെങ്കിലും എന്നോട് മുഖത്തുമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെന്ന് മുഖത്തോക്കി പറയാറുണ്ട്. കാരണം സ്റ്റേജിൽ പുള്ളി പേര് വിളിച്ചപ്പോൾ കയറി, ഇങ്ങനെ സ്റ്റെപ്പ് കയറുമല്ലോ, അപ്പോൾ ഇങ്ങനെ കൈകൊട്ട് കയറി. അപ്പോൾ അങ്ങനെ കയറിയപ്പോൾ കേരള നീ ആരാന്ന് ചോദിച്ചു. ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നോ? PTA പ്രസിഡന്റിന് അറിയാമായിരുന്നു, സ്കൂളുകാർക്ക് അറിയാമല്ലോ. കയറ്റിയല്ലോ, വടയും ചായ തന്നു, മനസ്സിലായോ? വടയും ചായ കൊടുത്താൽ ആദ്യം, മനസ്സിലായോ? പ്രോഗ്രാം ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ആട്ടയത്തിന് മാത്രമേ കയറ്റി ഇരുത്തിയുള്ളൂ. നമ്മൾ ഫ്രണ്ട് റോയിൽ സീറ്റ് ഇരുന്നു, മനസ്സിലായോ? സ്റ്റേജിന് മുന്നിൽ, മനസ്സിലായി. അപ്പോൾ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണ് പോയത്. ആട്ടയം വിളിച്ചിട്ടാണ് പോയത്. ആട്ടയം വിളിച്ചു നമ്മൾ പ്രോഗ്രാം ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ള അപമാനമായി പോയി. കാരണം മെയിനായിട്ട് വിളിച്ചിട്ടുണ്ടായില്ല. പക്ഷേ PTA പ്രസിഡന്റ് പാട്ട് പാടാൻ മിമിക്രി ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അല്ലാതെ പണ്ടത്തെ ഈ സ്റ്റെപ്സ് ചെയ്യാനല്ല പോയത്. പക്ഷെ നമ്മള് ആൾക്കാരുടെ മുന്നിൽ ഷെയിമായി പോയി. ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പൊ മറ്റേ കുറെ കൂവലുണ്ടായില്ല. പക്ഷെ കുട്ടികളുടെ മുന്നിൽ ഷെയിമായി പോയി. പെരേര എൻ്റെ സുഹൃത്താണ്, ഒരു അനിയനാണ്. പക്ഷെ ഇതില് പെരേര തെറ്റിദ്ധരിച്ചാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എല്ലാവരും പ്രോഗ്രാം അവിടെ നിന്നു. ടൈം കഴിഞ്ഞു അല്ലേ നിഷ? ടൈം കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പരിപാടി വരെ അവിടെ നടന്നില്ല. കാരണം അവർ സമ്മാനദാനം കൊടുത്തു, ഞാൻ കുറച്ച് പിള്ളേരെ സമ്മാനദാനം കൊടുത്ത് പരിപാടി തീർന്നു. അല്ലല്ല, കാരണം വെച്ചാൽ ഇപ്പോ എന്നെ അപമാനിച്ച എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ എനിക്കുമുണ്ട്, ആട്ടായത്തിനുമുണ്ട്. ആട്ടായം വലിയ മിമിക്രി ആർട്ടിസ്റ്റൊക്കെയാണ്. ആട്ടായം അഭിലാഷ് ആട്ടായം മിമിക്രി ആർട്ടിസ്റ്റാണ്. വലിയൊരു നടന രീതിയിലാണ് കാണുന്നത്. പക്ഷേ വേറെ കാര്യം പറയാം, അടുത്തെന്ന് പറയാം. കാരണം വെയിലാണ്. അപ്പോൾ ആട്ടായത്തിന് പബ്ലിക് റോഡിലൊക്കെ ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോഴും പബ്ലിക്കിൽ വാക്ക് ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ അഭിലാഷ് ആട്ടായം KJ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. കാരണം പുള്ളിയെ തിരിച്ചറിയുന്ന പുള്ളിയുടെ പ്രായക്കാരാ. കാരണം ചെറുപ്പക്കാർക്ക് എൻ്റെ പേര് വിളിക്കാറുള്ളത്. കാരണം പള്ളുടുത്തി SDP സ്കൂളിൽ ഒരുപാട് പേരെന്നെ തിരിച്ചറിഞ്ഞു. ചേട്ടന് 38 വയസ്സല്ലേ? 28 വയസ്സാ? പോടാ, ഇയാൾക്കിപ്പോ 3 മക്കളുണ്ട്. അപ്പോൾ പറയാനുള്ളത് ഈ മാഹിനെ പറ്റി പറയാം. മാഹിൻ എന്ന് പറഞ്ഞ ആള് ഒരു ഓൺലൈൻ സിംഗറാ. പക്ഷേ വിനീത് ശ്രീനിവാസനെ പോലെ വലിയൊരു ഗായകനല്ല. പക്ഷെ എങ്കിലും പുള്ളി സിംഗറാന്നൊക്കെ പറയാം. സിംഗറാന്ന വെപ്പ്. പക്ഷെ വിനീത് ശ്രീനിവാസനെ പോലെ ഒരു ഗായകനല്ല. പക്ഷെ ഓൺലൈൻ സിംഗറാ, യൂട്യൂബ് സിംഗറാ. പക്ഷെ പുള്ളി സ്റ്റേജിൽ കയറി 2 പാട്ട് പാടി, അപ്പൊ കുഴപ്പമില്ല. പക്ഷെ പുള്ളി മലയാള സിനിമയിലും ആർക്കും അറിയില്ല, പ്രേക്ഷകർക്കും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. പക്ഷെ പുള്ളിയെ സ്റ്റേജിൽ കയറിയപ്പോ ഒരാളും പറഞ്ഞില്ല. എന്നെ കയറിയപ്പോ അപ്പൊ മനസ്സിറക്കി വിട്ടു. മാഹിം പറയും. അത് ഞാൻ ചോദിക്കട്ടെ, പെരേര പറഞ്ഞതിൽ യാതൊരു കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിലാഷിനെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിച്ചിട്ടാണ് അഭിലാഷ് അവിടെ ചെന്നേക്കുന്നത്. അഭിലാഷിനെ മാത്രമേ ഉള്ളൂ, ഞാൻ പോലും ഇല്ല. മനസ്സിലായില്ലേ? ഞാനും അഭിലാഷുമാണ് അവിടെ പ്രോഗ്രാം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചാനലിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ പെരേരയുടെ പേരുണ്ടോ അതിനകത്ത്? എൻ്റെ പേരുണ്ടോ? എൻ്റെ പേരില്ല എന്തായാലും. അപ്പൊ അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് ആ മന്നേനും പറയട്ടെ. അത് എന്നെ സംഭവം എന്ന് വെച്ചാൽ പ്രഷർ കാണുവാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരു സിനിമയുടെ ഷൂട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇത്രയും പേര് പോവുകയാണ് അവിടെ. അപ്പോൾ രാവിലെ എനിക്കൊരു പരിപാടികളുണ്ട്. എല്ലാവരും അവിടെ വന്നിട്ട് ഒരുമിച്ച് അങ്ങ് പോകാമെന്ന രീതിയിൽ വന്നതാണ്. ഒരുമിച്ച് പോകാമെന്ന രീതിയിൽ. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ പുള്ളീനെ സ്റ്റേജിലേക്ക് വിളിച്ചില്ലാന്ന്. പക്ഷേ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവിടെ പരിപാടി തീർന്നായിരുന്നു. അപ്പോൾ എൻ്റെ പാട്ടോട് കൂടി പരിപാടി നിർത്താൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അന്ന പ്രോഗ്രാം വേണ്ട കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഇത്ര ടൈമില്ല എന്ന് ഏതോ ടീച്ചർ പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളിക്ക് വിടുന്ന് ഇതായി. അതാണ് സംഭവിച്ചത്. അല്ല, ആരും അപമാനിച്ചിട്ടൊന്നുമില്ല.
അപമാനിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും ചായ കൊടുത്തു, സ്വീകരിച്ചിരുത്തി, വീഡിയോയിലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ഇവിടുന്ന് അപമാനിച്ച പോലെ തോന്നി. പുള്ളി ഞാൻ നോക്കിയപ്പോൾ ഇവിടുന്ന് യൂബർ ഇറങ്ങിയിട്ട് ഓടി വരെ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി, ഇതിനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. അതായത് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞ ഓട്ടമായിരുന്നു. അപമാനിച്ചിട്ടില്ല, ഒരിക്കലും അപമാനിച്ചിട്ടില്ല അല്ലേ? അപമാനിച്ചോ? ഒരിക്കലും അപമാനിച്ചിട്ടില്ല. പക്ഷെ പുള്ളിക്ക് സമയം കുറവാന്ന് പറഞ്ഞു. കാരണം ഇനിയാണെങ്കിൽ ആ ഒരു വേദിയിൽ പുള്ളി വരാൻ സാധിക്കും. വേറെ മൂവാറ്റുപുഴയിൽ പുള്ളിനെ സ്വീകരിക്കുന്നുണ്ട് ഓട്ടോറിക്ഷ സഹോദരന്മാർ. അതൊക്കെ സസ്പെൻസാണ് അല്ലേ? ആ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ, ഓട്ടോറിക്ഷ സഹോദരന്മാർ ഈ സഹോദരനെ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും വേറെ കാര്യം കൂടി പറയാം. എനിക്ക് ഇതുപോലെ അപമാനങ്ങൾ ഇന്നലെ തുടങ്ങിയതല്ല. കാരണം ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ പണ്ട് ചെയ്തപ്പോഴും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആനുവൽ ഡേക്ക് ഒരു പ്രോഗ്രാമായിട്ട് ഒരു പാട്ട് പാടാൻ ഒരു മിമിക്രി ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആനുവൽ ഡേക്ക് അനുവദിക്കാറില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ സ്കൂളിലെ മോണാക്ടേ ഈ യൂത്ത് ഫെസ്റ്റിവലിൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ആനുവൽ ഡേ മിമിക്രി ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയല്ലേ തങ്കപ്പൻ തങ്കമ്മ എന്റെ അച്ഛനെ കണ്ടോ, എന്റെ അച്ഛനെ കണ്ടോ, അങ്ങനെയൊക്കെ ഒരു സാധനം വെറൈറ്റി ആയിട്ടുള്ള. അപ്പോ നമ്മള് മോണാക്ടിങ് ഏത് കഥയിലേത്? മഹാഭാരതം, രാമായണം. അപ്പോൾ നമ്മള് ആനുവൽ ഡേക്കൊക്കെ ഇപ്പോൾ പോകുമ്പോഴൊക്കെ പാട്ടോടെ അനുവദിക്കാറില്ല പണ്ട് മുതൽ, സ്കൂളിൽ പഠിക്കാൻ മുതൽ. അപ്പോൾ ഇപ്പോൾ ഒരു അപമാനം നമുക്ക് ഒരു പുച്ഛത്തോടെ നോക്കി കാണുന്നു. കാരണം ഇന്ന് പണ്ട് ഒരു കഥ പറയാം, ഒരു ചെറിയൊരു കഥയല്ല, ഒരു വൺ ലൈൻ പറയാം. പണ്ടൊരു നടനെ പറ്റിയ ഒരു അബദ്ധം പറയാം. സൂപ്പർ സ്റ്റാറാ പുള്ളി, ഡ്രാക്കുള സുധീർ. അറിയോ? അറിയോ? അപ്പോൾ ഡ്രാക്കുള സുധീർ ഏട്ടനെ പറ്റി ഇത് കേട്ടറിവാണ് കേട്ടോ. പുള്ളി എന്നോട് പറഞ്ഞിട്ടില്ല, പുള്ളി എനിക്ക് പറഞ്ഞ അറിയിട്ടോ എനിക്കറിയില്ല. പക്ഷേ പുള്ളിനെ പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്തെ പുള്ളി വലിയ നടനൊന്നും ആവില്ലെന്നാണ് പറഞ്ഞത്. കാരണം പുള്ളി പല പ്രോഗ്രാംസിനും ചെയ്തപ്പോഴും കൂവലും പരിഹാസമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് പല അറിവ് കിട്ടിയത്. അപ്പോൾ പുള്ളി ഡ്രാക്കുള ചെയ്തപ്പോൾ വളരെ അംഗീകരിച്ചു. മനസ്സിലായ? ഡ്രാക്കുള എന്ന് പറഞ്ഞ വലിയൊരു പടത്തെ അത്രയും ഗംഭീരമായിട്ട് അഭിനയിച്ചല്ലോ. അതെന്താണ് അങ്ങനെ അംഗീകരിക്കാൻ കാരണം? വിനയൻ സാറിൻ്റെ ഡയറക്ഷൻ. കാരണം മറ്റേ നമ്മൾ എന്താ പറയുക, കൊച്ചി രാജാവിലും CID മൂസയിലൊക്കെ നമ്മൾ ഒരു വില്ലൻ വേഷോട് കണ്ട പുള്ളി ഒരു മൊയ്നീളം നായകനായിട്ട് വന്ന ഡ്രാക്കുള കണ്ട മൊയ്നീളം നായകനായിട്ട് വന്നത് ഡ്രാക്കുള മൊയ്നീളം കിട്ടില്ല. അപ്പൊ മൊയ്നീള ക്യാരക്ടറായിട്ട് നീട്ടിക്കൊണ്ട് പോലെ മൊയ്നീള ക്യാരക്ടറായിട്ട് വന്നത് 2012 അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ അടുത്ത് ഏതാണ് പടം വന്നത്? നമ്മള് ഡ്രാക്കുള സുധീരേട്ടൻ ബാഡ് ബോയ്സിൽ അഭിനയിച്ചായിരുന്നു. പിന്നെ 1-2 പടങ്ങളിലൊക്കെ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഗുലാൻ്റെ തട്ടടയിലുണ്ട്. ഗുലാൻ്റെ തട്ടട എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ പറയാനുള്ളത്, പുള്ളിക്കും പല അപമാനങ്ങളൊക്കെ ഉണ്ടായി ഡ്രാക്കുള സുധീരേട്ടനെ പണ്ട് സ്കൂളിൽ പഠിക്കപ്പോൾ. ടീച്ചർമാർ പറഞ്ഞു നടനാകൂലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു ആഗ്രഹം ആഗ്രഹിച്ചിട്ട് നമ്മളെ അത് കലാകാരനായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും കാലം നമ്മളെ കലാകാരനാക്കും. കാരണം നമ്മൾ ഒരു ചെറിയ കഥ പറയാം, വേറെ കഥ പറയാം. കഴിഞ്ഞു തീർന്നു തിരുത്തിരള്ളു. കാരണം വെച്ചാൽ ഒരുപാട് നാളെ നമ്മൾ ഇപ്പോൾ സിനിമാക്കാരുടെ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്, ലോഞ്ചിലൊക്കെ. അപ്പോൾ ഈ അടുത്ത് മറ്റേ ക്ലാക്ലി സുരേഷ് നസ്ര തിരിഞ്ഞു നോക്കുന്ന സിനിമയുടെ ലോഞ്ചിന് പോയപ്പോൾ നമ്മൾ വേദിയിലേക്ക് കയറി അതിനെപ്പറ്റി 2 വാക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു സമയമാകുമ്പോഴേ എല്ലാം വരുള്ളൂ. പണ്ട് ദാസനും വിജയൻ്റെ ഒരു സംഭവമുണ്ട്, ദാസ എടാ വിജയ, അല്ലാത്തൊരു സമയമുണ്ട്. പറഞ്ഞ എല്ലാത്തിനും ഒരു അസപ്റ്റേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം വേറെ കാര്യം കൂടി പറയാം, നമ്മൾ ഇപ്പം അടുത്തായിട്ട് നമുക്ക് ഖത്തറിലും ഒമാനിലൊക്കെ പ്രോഗ്രാം ഉണ്ട്. ഈ അടുത്ത മാർച്ച് 25-ാം തീയതിയും ജനുവരി 25-ാം തീയതിയൊക്കെ പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പരിഹാസങ്ങളും പുച്ഛങ്ങളും വലിയൊരു രീതിയിൽ ഗൗനിക്കുന്നില്ല. കാരണം എനിക്ക് അപമാനം ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പഠിച്ച സമയത്ത് തന്നെ ഒരുപാട് സ്കൂളിൽ നമ്മൾ ഒരു പാട്ട് പാടാനായിട്ട് ഒരു വേദി കയറി കഴിഞ്ഞാൽ പോകാറുണ്ട്. അത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. അതൊന്നും ഒരു കലാകാരനെ വളരാനായിട്ട് സമ്മതിക്കാറില്ല ആരും. മനസ്സിലായോ? കാരണം നമ്മളിപ്പോൾ അമൃത ടി വിയിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോ ചെയ്തായിരുന്നു ഇന്നാള്. പിന്നെ ഒരു സിരിയിലേക്ക് ഒരുപാട് പേര് നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സിരിയിൽ ഇനി പ്രോഗ്രാമും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് എന്നെ. അപ്പോൾ ഇനി പ്രോഗ്രാമും വരുന്നുണ്ട് എൻ്റെ ഒരു സിരിയിൽ. പിന്നെ മിന്നും താരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഞാൻ ചെയ്തിരുന്നു സിനിമാക്കാരുടെ ഒപ്പം. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് വേദികൾ ഇപ്പോൾ സിനിമാക്കാരുടെ കൂടെ കിട്ടുന്നത് ഈ അഭിലാഷ് ഏട്ടൻ കാരണമാണ്.
ഒരുപാട് പേര് കിട്ടുന്നത്. പക്ഷേ ഒരുപാട് പേർക്ക് അസൂയയും കുശുമ്പും ഉണ്ട്. പിന്നെ ടീച്ചർമാർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു കണ്ണുകടി ഉണ്ടാകുന്ന എനിക്ക് അറിയാൻ പാടില്ല, അത് ചോദ്യചിഹ്നമാണ്. ടീച്ചർമാർക്ക് നമ്മളെ കാണുമ്പോൾ കുശുമ്പും പുന്നായ്മയും തീരും ചിലപ്പോൾ. കാരണം ഇപ്പോൾ എനിക്ക് പ്രപ്പോസൽ വരുന്നുണ്ട്. കാരണം ഇന്നാൾ കഴിഞ്ഞ ദിവസമേ മാപ്സിക് മീഡിയ വഴി ഞാനൊരു പ്രപ്പോസൽ ഇട്ടിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് യു എന്നും ഖത്തറിൽ നിന്നും വന്നു ഒരു ടീച്ചറിൻ്റെ ആലോചന വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്ക് തന്നെ ഒരു തിരിച്ചടിയായിരിക്കും അത്. അല്ല, ഞാനൊരു കാര്യം പറ്റേ, അപ്പോൾ തമാശ പറഞ്ഞല്ല, ഇവൻ അപമാനിച്ചിട്ടൊന്നുമില്ല. അത് ഞങ്ങളെല്ലാം നിഷ മകനെ അപമാനമൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. കാരണം ഇവനൊരു തെറ്റിദ്ധാരണയാണ്. പരിപാടി തീർന്നപ്പോൾ ഇതോടുകൂടി മതി എന്ന് പറഞ്ഞൊരു സംഭവമാണ് ഉണ്ടായത്. പിന്നെ ഇനിയും നല്ല ഇവനിപ്പോൾ മൂവാറ്റിൽ ഞങ്ങളൊരു സ്വീകരണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മൂവാറ്റിൽ ഒരു ഫലകം ഇതുപോലത്തെ, അല്ല ഫലകയല്ല, ഫലകം അങ്ങനെ അങ്ങനെ